നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ ആയുധം തന്നെ ഉപകരണം. അതാണ് ഈ കഥയുടെ പേര്. ആയുധം തന്നെ ഉപകരണം. എങ്ങനെയാണ് ഈ ആയുധം ഒരു ഉപകരണമായി മാറുന്നത് എന്ന് ഈ കഥയിലൂടെ നമുക്ക് കാണാം. ഇത് രണ്ട് കുറുക്കന്മാരുടെ കഥയാണ് കേട്ടോ. രണ്ട് കുറുക്കന്മാരെന്ന് പറഞ്ഞാൽ ഡോലു എന്ന് പേരുള്ളൊരു കുറുക്കൻ, ബിട്ടു എന്ന് പേരുള്ളൊരു കുറുക്കൻ. അവർ കുറേ നാൾ കാട്ടിൽ ഒരുമിച്ച് താമസിച്ചിരുന്നവരാണ്. വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഇര തേടാൻ പോകുമ്പോൾ രണ്ടുപേരും കൂടെ പോകും. കിട്ടിയ ഇരയെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. മറ്റുള്ളവരൊക്കെ ആയിട്ട് വലിയ സുഹൃത്താണ്. കുടുംബം സുഹൃത്തുക്കൾ പോലെയാണ്. എന്തോ കാരണവശാൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട താമസ സൗകര്യങ്ങളും തീറ്റയ്ക്കുള്ള സൗകര്യങ്ങളും അനുസരിച്ച് ബിട്ടു കുറുക്കൻ അങ്ങ് പോയി. കുറച്ച് ദൂരെ പോയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറ്റി. അങ്ങനെ അവർ രണ്ടുപേരും രണ്ടിടത്തും സുഖമായിട്ട് ജീവിക്കണമെന്ന് വിചാരിച്ചു. കുറേ നാളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഡോലു കുറുക്കന് തോന്നി, ബിട്ടുവിനെ കണ്ടിട്ട് ഇപ്പോൾ കുറേ നാളായില്ലോ, ഒന്ന് പോയി കാണാമല്ലോ എന്ന് വിചാരിച്ച് ബിട്ടു കുറുക്കനെ കാണാനായിട്ട് ബിട്ടുവിൻ്റെ ഗുഹയിലേക്ക് പോയി. അങ്ങനെ അവിടെ ചെന്ന് ഇത് ഗുഹയുടെ കവാടം തുറന്നിരിക്കണ കണ്ടപ്പോൾ തന്നെ അകത്തിരിക്കുന്ന ബിട്ടു ഡോലു വരുന്നുണ്ട്. വാ ഡോലു, നിന്നെ കണ്ടിട്ട് നാളെ എത്രയിടാ, വേഗം വാടാ മോനെ, വേഗം വാ ചങ്ങാതി എന്നും പറഞ്ഞ് ക്ഷണിക്കുകയും അകത്തേക്ക് വിളിക്കുകയൊക്കെ ചെയ്തു. അകത്തേക്ക് അങ്ങനെ ഗുഹയുടെ ഉള്ളിലേക്ക് പോയി. കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ തമ്മിൽ സംഭാഷണം നടന്നുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴത്തേക്കും ബിട്ടുവിൻ്റെ ഭാര്യ കുറുക്കൻ വന്നിട്ട്, പെൺകുറുക്കൻ വന്നിട്ട് ഇദ്ദേഹത്തിനെ സൽക്കരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതേ സമയത്ത് ഇവരുടെ ഗുഹയുടെ ഒരു മൂലയിലായിട്ട് ഒരു വലിയ മത്തങ്ങയുടെ വലുപ്പമൊക്കെ ഉള്ള വലിയ ഉരുണ്ടിട്ടുള്ളൊരു കല്ല്. ആ കല്ലുമ്മേ രണ്ട് ദിക്കിന്നുമായിട്ട് ഇങ്ങനെ പട്ടിച്ച് കയറ്റിക്കണ പോലെ നീളമുള്ള രണ്ട് കോലുകൾ വെച്ചിട്ട് ഒരു ഗദയുടെ ഇത് തോന്നുന്ന, ഗദയുടെ വലിപ്പ ആകൃതി തോന്നുന്ന ഒരു ഉപകരണം പോലെ ഒരു കല്ലിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഡോലു ചോദിച്ചു, ഇതെന്താ ബിട്ടു, ഇതെന്ത് സാധനമാണ്? ഇതൊന്നും പറയണ്ട എങ്ങാതി, എനിക്കിവിടെ പകലൊന്നും കിടന്നുറങ്ങാൻ നിവൃത്തിയില്ല. നമുക്ക് ഭക്ഷണമൊക്കെ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഒരു ദിക്കെ കിടന്നുറങ്ങണം എന്നല്ലേ നമ്മുടെ മോഹം. പക്ഷെ ഇവിടെ നടക്കില്ല, ഗുഹയിൽ കയറിയാലും നടക്കില്ല. എന്താ കണ്ണി കണ്ട അണ്ണന്മാരും പറന്ന് നടക്കുന്ന കിളികളും ഒക്കെ ഗുഹയിലേക്ക് ഓടി വരിക. കാര്യം ഗുഹയിലേക്ക് വാതിലുണ്ടെങ്കിലും വാതിലൊക്കെ അതുങ്ങൾ കുത്തിപ്പറിച്ചൊക്കെ തുറന്ന് വരിക. എപ്പോഴും വാതിൽ അടച്ചിടാൻ പറ്റുമോ? അങ്ങനെ ആയിട്ട് കിടക്കാൻ പറ്റില്ല. അപ്പോൾ അവർ വരുമ്പോൾ ആ അണ്ണാനെയും പക്ഷികളെയൊക്കെ തല്ലി ഓടിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഉപകരണമാണിത്. ഇത് ഒരു കല്ലുമ്മ രണ്ടിടത്തും പിടുത്താക്കിയിട്ട് മരത്തടികൾ വെച്ച് പഠിച്ച് കയറ്റിയിട്ടുള്ള ഇതായി. ഇപ്പോൾ ഒരു ഗദയുടെ പോലെ നമുക്ക് ഈ കൂടുതൽ ഭാഗം വടിയുള്ള ഭാഗം എടുത്തിട്ട് അത് നമ്മളെ അടിച്ച് ഓടിക്കാം. അപ്പോൾ ഓടിപ്പോകും. അങ്ങനെയാണ് ഞാനൊരു കണക്കിന് വിശ്രമിക്കുന്നത്. ഓഹോ, അത് ശരി. അപ്പോൾ അത് നിങ്ങളെ അടിച്ചോടിച്ചാൽ മാത്രമേ നിങ്ങൾ പോവുള്ളൂ. ഇങ്ങോട്ട് കയറി വരാത്ത വിധത്തിലാക്കാൻ നമുക്ക് പറ്റില്ലേ? പറ്റില്ലല്ലോ, അതല്ലേ കുഴപ്പം. അങ്ങനെ കുഴപ്പമായാൽ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ട് വരട്ടെ. ഉമ്മർത്ത് ചെന്ന് നോക്കിയിട്ട് വേഗം ഈ ഡോലു ഗുഹയുടെ ഉമ്മർത്ത് ചെന്ന് നോക്കി. ഈ ഗദയുടെ വലിപ്പവും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ തോന്നി, ഈ കല്ല് വെച്ചിട്ടുള്ള ഈ ഗുഹ ഒരു കണക്കിന് അങ്ങോട്ട് ഇതാക്കി പുറത്തേക്ക് വെച്ച് രണ്ട് ഭാഗത്തേക്കും കൂടി ആക്കി വെച്ച, അതായത് വാതിലിൻ്റെ ആ മരം കൊണ്ടുള്ള പിടി രണ്ട് ഭാഗത്ത് അകത്തു നിന്ന് അടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വലിച്ചങ്ങോട്ട് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കല്ലിൻ്റെ ഭാരം കൊണ്ട് വാതിലിൻ്റെ വിടവ് അങ്ങോട്ട് കുറഞ്ഞു പോകും. അപ്പം കിളികൾക്കും മറ്റ് ജീവികൾക്കൊന്നും ഗുഹയ്ക്കകത്തേക്ക് വരാൻ പറ്റില്ല. അതേസമയം ഒരു പിടുത്തം പോലെ, ഹാൻഡിൽ പോലെ ഈ കോലുള്ളത് കൊണ്ട് ഇതങ്ങോട്ട് തള്ളി കഴിഞ്ഞാൽ വാതിൽ തുറക്കുകയും ചെയ്തു. പുറത്ത് കടന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് അടയ്ക്കണമെങ്കിലോ അതിൻ്റെ ഒരു ഹാൻഡിൽ പോലെ ഒരു പിടുത്തം പുറകിലുണ്ടല്ലോ, പുറത്തും ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ച് ഇങ്ങോട്ട് തള്ളി അടയ്ക്കുകയും ചെയ്യാം. ഇങ്ങോട്ട് വലിച്ചടച്ചാൽ മതിയല്ലോ. അപ്പോൾ കതക് അടയ്ക്കുന്നതിനുള്ള ഒരു ഉപകരണമായിട്ട് ഈ ഗദ, ബിട്ടുണ്ടാക്കിയ ഈ ഗദ പോലെയുള്ള ഉപകരണം ഉപയോഗിക്കാമെന്ന് മനസ്സിലായി. അതങ്ങോട്ട് പറയുകയും ചെയ്തു. ഡോലു പറയുകയും ചെയ്തു, എടാ ഇതുകൊണ്ട് ഇപ്പോൾ വേറൊരു സൂത്രം ഉണ്ടല്ലോ, തന്നെ പക്ഷിയും കാക്കയും കൊടുക്കില്ല എന്നുള്ള കഥക് വളരെ സുരക്ഷിതമായിട്ട് അടയ്ക്കാം. അടച്ചു നോക്ക് എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം ഗദ ഉപയോഗിച്ച് അങ്ങോട്ട് അടച്ചു അമർത്തി വെച്ചു. അപ്പോൾ കഥ അടഞ്ഞു.
അത് കഴിഞ്ഞിട്ടോ പിന്നെ ഇങ്ങോട്ട് തുറക്കണമെന്ന് തോന്നിയപ്പോൾ ഉമ്മ പിടിച്ച് വലിച്ചപ്പോൾ തുറന്നിട്ട് രണ്ടുപേരും പുറത്ത് കിടന്നിട്ട് വീണ്ടും അപ്പുറത്തുള്ള കാല് പിടിച്ച് ഇങ്ങോട്ട് വലിച്ചപ്പോൾ വാതിൽ അടയുകയും ചെയ്തു. അപ്പോൾ വാതിൽ അടയ്ക്കുന്നതിനും തുറക്കുന്നതിനുമുള്ള നല്ലൊരു ഉപകരണമായി മാറ്റാനായിട്ട് സാധിച്ചു ആ ആയുധത്തെ. അതാണ് ഈ കഥയിലെ ആയുധം. കുറുക്കൻ്റെ ഒരു സൂത്രം നോക്കണേ, ഒരു ആയുധമുണ്ടാക്കിയതാണ്, പക്ഷെ അത് ഉപകാരപ്രദമായ ഒരു ഉപകരണമാക്കി മാറ്റുകയും ചെയ്തു. അതാണ് ഇന്നത്തെ കഥ. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി.